ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിവിടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞാൻ ആദ്യം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കുറേ കാലത്ത് ആഗ്രഹം എന്നൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കണമെന്ന്. പക്ഷേ എനിക്കിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് മടി വന്നിട്ട് ഞാൻ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുപോയി. അപ്പം റമദാനായപ്പോൾ തോന്നി റമദാനിൽ തന്നെ അങ്ങ് സ്റ്റാർട്ടാക്കി കളയാം അല്ലേ, നല്ലതല്ലേ. അപ്പോൾ നമുക്കൊരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ ഫസ്റ്റായിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇത് കാണരുത്. എന്തെങ്കിലും ഫോൾസ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയാം, നമുക്ക് അടുത്ത വീഡിയോയിലെല്ലാം ശരിയാക്കാം. അപ്പോൾ ഒന്നുമില്ല, കുറച്ച് റമദാൻ സ്നാക്ക് പ്രിപ്പറേഷൻസൊക്കെയാണ് ചെയ്യുന്നത്. ഞാനൊരു ബ്രെഡ് ട്രൈ ആക്കിയിട്ടുണ്ടായിന് തലേ ദിവസം. അപ്പോൾ അതുണ്ടല്ലോ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ കൊണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാമെന്ന്. നമ്മൾ ഇത് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതിനെ ഡ്രൈ ആക്കി എടുക്കുക. അതായത് നമ്മൾ റസ്ക് പോലെ ഓവനിൽ വെച്ച് ചൂടാക്കുമ്പോൾ അതൊന്ന് ഹാർഡായിട്ട് വരും. എന്നിട്ട് അത് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് പൊടിച്ചെടുക്കും. അതാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇത് ചെറിയ ബ്രെഡാണ്, അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര വലുപ്പമില്ല. അതുമാത്രമല്ല ഒരു ഈസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതലായിപ്പോയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാമെന്ന്. ആവശ്യമുള്ള സാധനമാണല്ലോ ഈ ബ്രെഡ് ക്രംസ് എല്ലാം, നോമ്പ് കാലത്ത് ഇഷ്ടംപോലെ ആവശ്യമുള്ള സംഭവമാണല്ലോ. അപ്പം ഞാനിങ്ങനെ അത് സ്ലൈസ് ചെയ്തിട്ട് ഓവനിലൊക്കെ വെച്ച്. പിന്നെ ഇന്നത്തെ സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് പഫ്സാണ്, എഗ് പഫ്സ്. അപ്പോൾ അതിനുള്ള മുട്ടയെല്ലാം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഉള്ളി കട്ടിങ്. പഫ്സ് ഉണ്ടാക്കാൻ ഈസിയാണ്. കുറച്ച് ഉള്ളിയും പച്ചമുളക് ഇതൊക്കെ നല്ലോണം സ്ലൈസ് ചെയ്യുക. എന്നിട്ട് അതിനെ സോട്ട് ചെയ്യുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ കുറേ നമ്മളെ പൊടി വർഗ്ഗങ്ങളുണ്ടല്ലോ, ഏലം കൂടി എടുത്ത് അങ്ങ് ഇടല്ലേ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടി ഈ ഉള്ളിൻ്റെ തോല് പൊളിക്കൽ. ദേഷ്യം വരും എനിക്ക് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്ത് ചെയ്യാനാ, തോല് പൊളിക്കാണ്ട് നമുക്ക് ഉള്ളി മുറിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളി മുറിക്കുന്നല്ല, തോല് പൊളിക്കാണ്. ഉള്ളിൻ്റെ തൊലി അങ്ങനെയല്ല പറയൂ, അമ്മയുടെ തോല് എന്നാട്ടോ പറയാൻ. അപ്പോൾ ഞാൻ ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ പഫ്സിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുമില്ല, ഒരു പാനിൽ ഓയിലിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പം ഈ വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നുള്ളതും എന്നോട് പറയാം കമൻസിൽ. ഇൻഷാ അല്ലാ ഞാൻ അതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ മാക്സിമം ട്രൈ ആക്കും. വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ മടി കാരണം ഉണ്ടല്ലോ കുറച്ച് ഇടങ്ങാറാണ്. പക്ഷേ ഇല്ല, നമുക്ക് നോക്കാം, ഇൻഷാ അല്ലാ സെറ്റാക്കാം. ഞാൻ ഓവനിൽ വെച്ച് ബ്രെഡെല്ലാം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു റസ്ക് ആവാൻ പോകുന്ന ആ ഒരു ഇത് കുറച്ചൊരു ഹാർഡായി വന്നിട്ടുണ്ട്, ഡ്രൈ ആയി വന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ വേഗം നമുക്ക് പൊടിക്കാൻ പറ്റും. പിന്നെ വേഗം ചീത്തയായി പോവില്ല, കേടായി പോവില്ല. നമ്മൾ പിന്നെയും ഈ ബ്രെഡ് ക്രംസിനെ ചൂടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, കുഴപ്പമൊന്നുമില്ല.
ഞാനതൊരു ക്ലിങ് റാപ്പ് തന്നെ സിപ്പ് ലോക്ക് ബാഗിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ്. ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ. ഞാൻ പൊതുവേ കട്ട്ലറ്റ്സിനും നമ്മൾ റോളൊക്കെ ഉണ്ടാക്കാനാണ് ഈ സാധനം എടുക്കൽ. എൻ്റെ വീട്ടിൽ കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. കട്ട്ലറ്റാണ് നമ്മളെ മെയിൻ കടി. റമളാൻ മാസം നോമ്പ് വരുമ്പോൾ മാത്രമാണ് ഈ കടികളെല്ലാം ഉണ്ടാവലുള്ളൂ. അതിൽ ഒരു മെയിൻ സംഭവമാണ് കട്ട്ലറ്റ്. അപ്പോൾ നമ്മളെ ബ്രെഡ് ക്രംസ് എല്ലാം ആയി. ഇനി നമ്മൾ നാസ്തക്കുള്ള കറി, ഇന്ന് ബീഫ് കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ ഒരു ബീഫ് കറി, തട്ടിക്കോട്ട് ബീഫ് കറി എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടാ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റൂ. എല്ലാ സാധനവും ഒപ്പരം അങ്ങ് കുക്കറിലേക്ക് ഇടുന്നത്. ബീഫും ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം എടുത്ത് കുക്കറിലേക്ക് ഇടുക. പിന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ പൊടി വർഗ്ഗങ്ങളില്ലേ, അതന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെന്ത് പൊടിയാണ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ മീറ്റ് മസാല ഇല്ലേ, ഇറച്ചി മസാല, ആ സാധനം ഇട്ടാൽ നല്ല ടേസ്റ്റാട്ടോ. ഈ നമ്മളെ ബീഫ് കറിക്കെല്ലാം ഇട്ടിട്ട് ഉപ്പിടുക, നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം അടിക്ക് പിടിക്കുന്നതിനാണ്. വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കലുണ്ട് കേട്ടോ. കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. കരിഞ്ഞു പോയിനെങ്കിൽ അഥവാ പിന്നെയും പുതിയ കറിയെല്ലാം ഉണ്ടാക്കണ്ടേ, എത്ര മെനക്കാടാ ഇതല്ലോ. അപ്പോൾ കുറച്ച് ഓയിൽ ഇട്ടിനെ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ബെറ്റർ. എൻ്റെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ല, അതുകൊണ്ട് ഞാൻ ഓയിലാണ് ഇട്ടത്. കുറച്ച് വെള്ളം ഇട്ട് ഒന്ന് മിക്സാക്കുക, നല്ല അടിപൊളിയായിട്ട് കുഴച്ച് മറിച്ചെടുക്കുക. എന്നിട്ട് എന്താണ് മൂടി വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ അടുപ്പിക്കുക. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 20 മിനിറ്റ്സ്. ഞാനങ്ങനെയാണ് ബീഫ് കുക്ക് ചെയ്യാറ്. അങ്ങനെയാണ് 20 മിനിറ്റ്സ് ഞാൻ ഫോണിൽ അലാറം വെക്കും. സ്റ്റോപ്പ് വാച്ച് ടൈമർ വെക്കും 20 മിനിറ്റ്സ്. അപ്പോൾ അതവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറേ കവറ് കണ്ടിട്ടില്ലേ, കുറേ സംഭവങ്ങൾ. അത് ഞാൻ തലേന്ന് ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസിൻ്റെ മസാല ബാക്കിയുണ്ടായിരുന്നു. ഒന്ന് ചിക്കൻ്റെ ഒരു ക്രീമി ചിക്കൻ, ഞാൻ പറഞ്ഞു ഒരു ബ്രെഡ് ഉണ്ടാക്കിയായിരുന്നു, ഒരു ചിക്കൻ ബ്രെഡ് ഉണ്ടാക്കി. അപ്പോൾ അതിലുള്ള ക്രീമി ചിക്കൻ മസാല, അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ സ്പ്രിങ് റോൾ ഷീറ്റും കുറച്ച് ബാക്കിയുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതെല്ലാം ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചാൽ നമുക്ക് 2 ടൈപ്പ് കടി കിട്ടിയില്ല. വേറൊരു മസാലയുണ്ട്, അത് അതും ചിക്കൻ തന്നെ. അത് ചിക്കനും മഷ്റൂം ഒക്കെ വെച്ചിട്ട് ഞാൻ സമൂസൻ്റെ മസാലയായിരുന്നു. സമൂസ ഷീറ്റ് തീർന്നു പോയി, ഈ സാധനമേ ബാക്കിയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ രണ്ടും ഇതാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ചീസും ആഡ് ചെയ്യുന്നുണ്ട്. മോസറല്ല ചീസാണെങ്കിൽ നമുക്ക് മറ്റേ ചീസ് പുള്ളെല്ലാം കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെഡർ ചീസാണ് ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതാണ് ആഡാക്കിയത്. ഞാൻ രണ്ടും വേറെ വേറെ ഷേപ്പിലാണ് ഇത് റോൾ ചെയ്യുന്നത്. കാരണം നമുക്ക് മനസ്സിലാണല്ലോ ഏതാ ഉള്ളത് എന്നുള്ളത്. രണ്ടും ഒരേ ഷേപ്പായാലും ഇങ്ങനെ മനസ്സിലാവുക. പിന്നെ ഒന്ന് മറ്റേ കോൺ സൈഡിൽ വെച്ചിട്ടാണ് റോൾ ചെയ്യുന്നത്. മറ്റേത് ഇതേപോലെ നോർമൽ രീതിയിൽ റോൾ ചെയ്തെടുക്കുക. വലിയ മെനക്കേടാട്ടെ ഇതെല്ലാം റോൾ ചെയ്തെടുക്കാൻ, പക്ഷേ ഒരു രസം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി കുറച്ച് ഞാൻ ഫ്രീസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ വെള്ളത്തിൽ മുക്കുന്നത്. അത് സാധാരണ എല്ലാവരും മറ്റേ മൈദപ്പൊടിൻ്റെ ഇത് കലക്കിയിട്ട് അങ്ങനെ ആക്കാൻ, പക്ഷേ പോലത്തെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ സമൂസയും റോളെല്ലാം ഇതാക്കുമ്പോൾ ഇല്ലേ, വെള്ളം മതി. വെള്ളമാകുമ്പോൾ നമ്മളെ കയ്യും പടക്കാവൂല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഓതി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിൽ പോകുന്നത്. റമളാനിൽ എനിക്കൊന്ന് മെയിനായിട്ടുള്ള പരിപാടി നമ്മളെ ലോറൻസ്കാരം കഴിഞ്ഞാൽ ഈ കിച്ചണിലെ പണി തന്നെയാണ് മെയിനായിട്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ കിച്ചണിൽ കറിപ്പണിയെടുക്കാൻ, കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പഫ്സ് ഉണ്ടാക്കാൻ പോകുന്ന. പഫ്സ് ഒന്നുമില്ല, നമ്മൾ പഫ് പേസ്ട്രി ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, റെഡിമെയ്ഡാണ്. വീട്ടിലുണ്ടാക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഇൻഷാ അല്ലാ അതൊന്ന് ട്രൈ ആക്കി പഠിക്കണമെന്നുണ്ട്. ആ പേസ്ട്രി ഷീറ്റ് ഉണ്ടാക്കാൻ അത് ഉണ്ടാക്കിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ആ പഫ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ക്രീമി ചിക്കൻ്റെ ഫില്ലിങ് വീണ്ടും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അത് തീരുന്നില്ല, നല്ല ബർക്കത്തുള്ള മസാലയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പഫ് ഷീറ്റിൽ ആ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് വേറെ രീതിയിൽ ചിക്കൻ പഫായിട്ട് ജസ്റ്റ് വേർട്ടിക്കലി ആയിട്ട് അത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണും കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് പറയുന്നത്. ആ സംഭവം
ക്ലോസ് ചെയ്തെടുക്കും. ഇതിപ്പോൾ നമ്മൾ പഫ്സിന് സാധാരണ നമ്മൾ മുട്ട പഫ്സ് ഇല്ലേ അതിൻ്റെ ഷേപ്പിൽ തന്നെയാണ്. അത് ഞാൻ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഓവനിൽ അത് കുക്കാകുമ്പോൾ അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നത് എന്താണെന്നറിയില്ല എനിക്ക്. എത്ര ടൈറ്റ് ചെയ്ത് റോൾ ചെയ്താലും ലൈക്ക് അത് ക്ലോസ് ചെയ്ത് കൊടുത്താലും എന്താണെന്നറിയില്ല ഓപ്പൺ ആയിട്ട് വരുന്നത്. എനിക്കിഷ്ടമല്ല അങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ ക്രീമി ചിക്കനില്ലേ ആ സാധനവും കൂടി ഒറ്റ പഫിലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒറ്റ പഫ് ഷീറ്റേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒന്നിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് ചീസ്, കുറച്ചധികം ചീസ് ഇട്ടിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് പഫായിട്ട് വന്നപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യാം. ഞാനിപ്പോൾ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ കുറച്ച് ക്ലിപ്സ് എടുത്തതാണ്. ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റെസിപ്പി വീഡിയോ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോമ്പുറൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഉള്ളത്, നോമ്പുറ പ്രിപ്പറേഷൻ്റെ. അങ്ങനെ നമ്മളെ ബീഫ് കറി റെഡിയായി. അത് ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞേരം ഞാൻ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഓയിലിൽ വഴറ്റിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് അതിനൊന്ന് സോട്ട് ചെയ്തിട്ട് നമ്മളെ കറി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അത് സെറ്റ്. പിന്നെ ലാസ്റ്റ് ഇതാ നമ്മൾ റോളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സൈഡിൽ എൻ്റെ ഉമ്മാമ കേട്ടാ അരിയോ റൊട്ടി ഉണ്ടാക്കുന്ന. നമ്മളെ കണ്ണൂർക്കാർ മെയിൻ സാധനമാണല്ലോ ഈ അരിയോ റൊട്ടി. അപ്പോൾ അരിയോ റൊട്ടിയും ഇറച്ചിക്കറിയാണ് ഇന്നത്തെ ഡിന്നർ. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന അരിയോ റൊട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അവർ ഉണ്ടാക്കുന്ന ആ ഒരു ഗുമ്മി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ റൊട്ടി ഉമ്മാമ ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ റോളെല്ലാം ഫ്രൈ ആക്കി വെച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റപ്പായി. ഇനിയൊന്നുമില്ല, എല്ലാം നമ്മൾ ടേബിളിലെടുത്ത് വെക്കാണ്. ബാങ്ക് കൊടുക്കാൻ ഇനി കുറച്ചും കൂടി സമയമുള്ളൂ തോന്നുന്നു. എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ളൂ. പിന്നെ ഇന്ന് പൈനാപ്പിൾ ലൈമ കുടിക്കാനുണ്ടാക്കിയ, പിന്നെ ചായ, കുറച്ച് കട്ട് ഫ്രൂട്ട്സിൽ പൈനാപ്പിളാണുള്ളത്. പിന്നെ ആ പ്ലേറ്റ് ഉമ്മാമ്മൻ്റെ കേട്ടോ. ഉമ്മാമ്മ കടിയൊന്നും തിന്നില്ല, നാസ്ത തന്നെയാണ് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നോമ്പെല്ലാം തുറന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കുറച്ച് സമയം ഇരിക്കുക. പിന്നെ മരിബസ്കാരം ഖുറാനൂത്ത് ഇതൊക്കെ കഴിഞ്ഞ് അത്രയെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ പോയി ബെഡിലൊരു വീഴല, പിന്നെ ജീവൻ ഉണ്ടാവില്ല. പിന്നെ കുറച്ച് റെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും ഫോൾസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻസിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.